നമ്മളിപ്പോൾ എത്തിയ സ്ഥലം, ഈ സ്ഥലത്തിൻ്റെ പേര് സൗർ മലയുടെ താഴ്ഭാഗത്താണ്. നമ്മൾ സൗർ മല, ജബലു സൗർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മലയാണ് സൗർ. ആ കാണുന്നത് അതിന് മുകളിലേക്ക് ഇപ്പോഴും ആളുകൾ കയറുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഈ ചൂടുള്ള സമയത്ത് പോലും ആളുകൾ ആ മലമുകളിലേക്ക് കയറുന്ന രംഗമാണ് ആ കാണുന്നത്. ഉറുമ്പരിക്കും പോലെ നോക്കും. അതിന് ഏറ്റവും മുകളിലൊരു വലിയ പാറക്കല്ല് കാണുന്നുണ്ടോ? വലിയൊരു പാറക്കല്ല്. ആ പാറക്കല്ലാണ് മറിഞ്ഞ് കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് ആ മറിയിലാണ് സൗർ ഗുഹയുള്ളത്. ഞാൻ മനസ്സിലായോ? ഇത് ജബൽ എന്ന് പറഞ്ഞാൽ മല, ഗാർ എന്ന് പറഞ്ഞാൽ ഗുഹ. ഗാറ് സൗർ എന്നാ പറയുക, ഗാറ് സൗർ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വീട്ടിൽ നിന്ന് മക്കയിലെ ഷാരിയു ഹിജ്റ എന്ന് പറയുന്നൊരു റോഡുണ്ട്. നബി തങ്ങളെ ഹിജ്റ യാത്രയിൽ മദീനയിലേക്ക് പുറപ്പെടുമ്പോൾ നബി തങ്ങൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വീട് ഇങ്ങോട്ട് വരുന്ന വൈമലാണ്. മക്കയിലെ ഹറമിന്റെ പരിസരത്ത് ആ മുറ്റത്ത് തന്നെയാണ് സിദ്ദീഖുൽ അക്ബറിന്റെ വീടുള്ളത്. അവരെയും കൂട്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന ഒരു രംഗം. അതിന്റെ രാത്രി, ആ സൗറിലേക്ക് വരുന്നതിന്റെ തലേ രാത്രി ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടായിരുന്നത് അവിടുത്തെ വീട്. ആ വീട് അലിയാര് തങ്ങളും നബി മാത്രമുള്ളത്. അലിയാര് തങ്ങളും നബി ഒപ്പം കിടക്കുകയാണ്. അപ്പൊ ശത്രുക്കൾ 1000-ഓളം വരുന്ന ശത്രുക്കൾ വീട് വളഞ്ഞ് നബിയെ കൊല്ലലായിരുന്നു അവരെ ലക്ഷ്യം. കാരണം റസൂലുള്ളാന്റെ ഹിജ്റ മണത്തറിഞ്ഞ ആളുകൾ നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി ആയുധവുമായി വീട് വളഞ്ഞതായ നേരത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാത്രിയുടെ യാമം, പാതിര സമയം, അന്ന് പുള്ളോട് പറഞ്ഞു, അലിയെ നിങ്ങൾ വളർന്നോളി മക്കത്ത്, ഞാനും കുറച്ച് ആളുകൾ മദീനത്തേക്ക് പോവുകയാണ്. അത് വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ശത്രുക്കൾ വീട്ടിന്റെ ചുറ്റുഭാഗത്തും ആയുധവും കാത്തിരിക്കാൻ നബിയെ കൊല്ലാൻ മണ്ണ് കണ്ടെടുത്തു. എന്നിട്ട് ശത്രുക്കളെ മുഖത്തേക്കത് കുടഞ്ഞു. 1000-കണക്കായ ആളുകൾ കണ്ണ് കാണാതെ ഇരുട്ടിൽ തപ്പി. നബി തങ്ങൾ അവർക്കിടയിലൂടെ കടന്നുപോയി. മക്കയിലെ ക്ലോക്ക് ടവറിനോട് ചേർന്നുള്ള ഒരു അതിന്റെ ഇടയിലാണ് അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീടുണ്ടായിരുന്നത്. ഇപ്പോഴും ആ വീട് പകരം ഇന്ന് പള്ളിയും ഹോട്ടലും ഒക്കെയാണ്. ആ സ്ഥലത്ത് നിന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിനെ കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു വന്നു. മക്കയിൽ നിന്ന് നമ്മളിപ്പോ എങ്ങനെ വന്നത്? നമ്മള് ബസ്സില് അല്ലേ? അള്ളാഹിന്റെ റസൂല് നടന്നു വന്നു. എന്നിട്ട് ഈ വഴിയിലൂടെ ഇങ്ങനെ വന്നിട്ട് അള്ളാഹിന്റെ റസൂൽ ഈ വഴി അപ്പടെ റോഡാണ്. ആ റോഡിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കയറി. അന്ന് പാറകളാണ്, അന്ന് ഇതുപോലെ റോഡാക്കിയിട്ടില്ല. ഇപ്പൊ അതിന്റെ മുകളിലേക്ക് എന്താക്കിയിട്ടുണ്ട്? സ്റ്റെപ്പ് ഉണ്ട്. സൗറിലേക്ക് സ്റ്റെപ്പ് ഉണ്ട്, ഹിറയിലേക്ക് റോഡും ഉണ്ട്, ജബൽ നൂറിലേക്ക് എന്തുണ്ട്? റോഡുണ്ട്. സൗറിലേക്ക് സ്റ്റെപ്പ് ഉണ്ട്. അള്ളാഹിന്റെ റസൂൽ ഈ കാണുന്ന പാറ മടക്കുകൾ കയറി ഇങ്ങനെ പോകുമ്പോ തളർന്നു പോയി. അപ്പൊ സിദ്ദീഖുൽ അക്ബറിന്റെ ചുമലിൽ ചവിട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിൽ പരപ്പിലെത്തി. നബി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അദമ്യമായ സ്നേഹം കാരണം പറഞ്ഞു, നബിയെ നിങ്ങൾ ഗുഹക്കകത്ത് കയറരുത്. കേട്ടോ? കയറി പരിശോധിച്ചു. അപ്പൊ നിറച്ച് പൊത്തുകൾ. ആ പൊത്തുകളൊക്കെ തുണി കീറി അടച്ചു നോക്കുമ്പോ ഒരു പൊത്ത് ബാക്കി. കാരണം എന്താ? ഇനി ആ പൊത്തടക്കാൻ എന്തില്ല? തുണിക്കഷ്ണല്ല. കാരണം ഇനി കീറിയാൽ ഔറത്ത് കാണും. ഇങ്ങനെ ചവിട്ടി വെക്കാൻ വിചാരിച്ചു. ഇനി നബിയെ അങ്ങ് കയറിക്കോളൂ പറഞ്ഞ് നബി കയറി. ക്ഷീണം കാരണം സൗറുമഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉറങ്ങിപ്പോയി. സിദ്ദീഖുൽ അക്ബറിന്റെ മടിയിൽ കഴിഞ്ഞപ്പോഴാ ആ അടക്കാത്ത സിദ്ദീഖുന്നവരെ കുത്തുന്നു. കാലിന് വേദന. ആ പാമ്പ് എവിടുന്നോ എഞ്ഞി ആ ഹബീബായ മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചിട്ട് ഇനി ആ പാമ്പിന് പുറത്തേക്ക് വന്നിട്ട് നബിയെ കാണണ്ടേ? അതിന് വന്ന പാമ്പ് അല്ല, ആര് വേദനിപ്പിക്കാൻ വന്നതല്ല. പോരുമ്പോ സിദ്ദീഖുൽ അക്ബറിന്റെ കാലിന് കടിച്ചുപോയി, കൊത്തിപ്പോയി. വേദന കൊണ്ട് പുളഞ്ഞ നബിയെ വിളിച്ചില്ല. കാരണം എന്താ? നബി ഉണർന്നു പോയിച്ചു. പക്ഷെ ആ കണ്ണുനീര് കേൾക്കുന്നുണ്ടോ? ആ കണ്ണുനീര് നബിയുടെ അബൂബക്കർ, അബൂബക്കർ എന്തിനാണ് കരയുന്നത്? നബി എന്നെ പാമ്പ് കടിച്ചു. അപ്പം തന്നെ ഉമിനീരെടുത്ത് പരട്ടി കൊടുത്തപ്പോൾ അതുകൊണ്ട് ആ വേദന പോയി, ആ വിഷമിറങ്ങിപ്പോയി. അല്ലാഹു അൻഹുവിന്റെ ആശ്വാസം ഉണ്ടായി. വല്ലാത്ത ആശ്വാസം, വല്ലാത്ത കുളിർമ. ഇനി അബൂജഹൽ സംഘമെത്തി. ബഹുമാനപ്പെട്ട നബി ആക്രമിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ആ ഗുഹയുടെ ഉള്ളിൽ കയറാൻ ആ ചങ്ങായിക്ക് എടുക്കുമ്പോൾ ആരും കാണില്ല. കാരണം പുറത്തെന്താ ഉള്ളത്? ഒരു ചിലന്തിയുടെ
ഒരു പ്രാവ് മുട്ടയിട്ട് അടയിരിക്കും. ആര് തിരിച്ചുപോയി? അബൂജഹൽ പ്രവൃത്തികൾ തിരിച്ചു. സിദ്ദീഖുൽ അക്ബർ ആശങ്ക പ്രകടിപ്പിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, യാ അബൂബക്കർ ലാ തഖഫ് ഇന്നല്ലാഹ ഇങ്ങനെ കൈയട് പിടിച്ചു. വിരലിന്റെ ഇടയിൽ എന്താണ് കാണുന്നത് എന്ന് ചോദിച്ചു. സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു, നബിയെ, അപ്പുറത്തൊരു കടല് കാണുന്നുണ്ടല്ലോ, എന്തിനാണത്? സിദ്ദീഖ്, പേടിക്കണ്ട, അല്ലാഹ് നമ്മളെ ശത്രുക്കൾ നമ്മളെ ഈ ഭാഗത്തൂടെ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ കടലിലേക്ക്, ആ കപ്പലിൽ കയറി നമ്മൾ എപ്പോഴും അള്ളാഹുവിനെ ഓർക്കണമെന്ന സന്ദേശം. ഇവിടുത്തെ ഹിജ്റ മദീനയിലേക്ക് പോകുന്നതിന്റെ മുമ്പ് 3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചു. നബി തങ്ങൾക്ക് ഭക്ഷണവുമായി ഈ പേരാണ് ബീബി അസ്മാ റളിയല്ലാഹു അൻഹാ. ആ നബി തങ്ങൾ പോയ വഴികളെ കുറിച്ച് കൃത്യമായി വിധത്തിൽ നബി തങ്ങൾ ചുമതലപ്പെടുത്തിയ ഒരു അടിമയുണ്ടായിരുന്ന അബ്ദുള്ള, അദ്ദേഹമായിരുന്നു നബിക്ക് കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഏറ്റവും വലിയ ചരിത്രത്തിന്റെ അധ്യായം തീർത്ത സ്ഥലമാണ് സൗറുമല. അതിലുള്ള ആളുകൾ പിന്നൊരു സമയത്ത് വരിക. ഇപ്പോൾ നമ്മൾ ആ മല കണ്ടു, ആളുകൾ കയറുന്ന ദൃശ്യം കാണുന്നു. ഹബീബ് സ്ഥലങ്ങൾ അയവിറക്കി നമ്മൾ ഇനി അടുത്ത കേന്ദ്രത്തിലേക്ക് നീങ്ങുകയാണ്. നമ്മളെ ഈ മലയുടെ മുകളിലേക്ക് പ്രായമുള്ള ഉമ്മമാക്കുകയാണ്. അല്ലാഹുവേ, നീ കബൂലാക്കണമേ റഹ്മാനേ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ആരംഭ റസൂലുള്ളാഹിന്റെ ഓർമ്മകൾ, ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. ഞങ്ങളെ മുറാദുകളെ ഹാസിലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഹൈറാത്തുകളും തുറന്നു തരണേ റഹ്മാനെ.